KSRTCയിലെ പ്രശ്നങ്ങളെന്നും പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചയാകാറുണ്ട്. മാറിവരുന്ന സർക്കാരോ എത്ര മിടുക്കരായ മന്ത്രിമാരോ ഉദ്യോഗസ്ഥരോ തലപ്പത്തിരുന്നാൽ പോലും ഇന്നും നഷ്ടത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും കഥ മാത്രമേ KSRTCക്ക് പറയാനുള്ളൂ. KB ഗണേഷ് കുമാർ ആന്റണി രാജുവിൽ നിന്ന് KSRTC ഏറ്റെടുത്തിട്ട് ആഴ്ചകളെ ആയിട്ടുള്ളൂ. മുമ്പ് കൈകാര്യം ചെയ്ത വകുപ്പുകളിലെല്ലാം പ്രാഗൽഭ്യം തെളിയിച്ച ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായതോടെ KSRTC രക്ഷപ്പെടുമെന്നുള്ള അടക്കം പറച്ചിൽ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നതാണ്. എന്നാൽ ചുമതലയേറ്റ നിമിഷം മുതൽ വിവാദങ്ങളിലേക്കാണ് അദ്ദേഹം ചെന്നുപെട്ടത്. കഴിഞ്ഞ ദിവസവും ഗണേഷ് കുമാർ പറഞ്ഞ വാക്കുകൾ വീണ്ടും ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. ദൈവം തമ്പുരാൻ ഇറങ്ങി വന്നാൽ പോലും KSRTC ലാഭത്തിലാകില്ലെന്നാണ് ഗണേഷിന്റെ പുതിയ പ്രതികരണം. ഒരു ചാനൽ പരിപാടിക്കിടെയാണ് ഗതാഗത മന്ത്രിയുടെ തുറന്നു പറച്ചിൽ. അപ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. കാരണം എല്ലാ മണ്ഡലകാലത്തും KSRTCക്ക് മികച്ച വരുമാനം നേടിക്കൊടുക്കുന്നതാണ് വിവിധയിടങ്ങളിൽ നിന്ന് പമ്പയിലേക്കുള്ള സർവീസുകൾ. അക്കാലത്ത് KSRTCയെ താങ്ങി നിർത്തുന്ന സർവീസുകൾ ദൈവസന്നിധിയിലേക്കുള്ളതല്ലേ എന്ന് ചോദിക്കുന്നവരുമുണ്ട്. അത് എന്തായാലും KSRTCയിൽ അദ്ദേഹം എത്തിയതു മുതൽ നൂലാമാലകളുടെ ഘോഷയാത്രയാണ്. അടുത്തിടെയാണ് MD ബിജു പ്രഭാകർ തന്നെ വകുപ്പിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത്. അവധി അപേക്ഷയുമായാണ് ഗതാഗത സെക്രട്ടറി കൂടിയായ KSRTC MD ബിജു പ്രഭാകർ എത്തിയിരിക്കുന്നത്. ഗതാഗത മന്ത്രിയുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് സംഭവത്തിന് പിന്നിലെന്നാണ് സൂചന. എന്നാലത് അദ്ദേഹം നിഷേധിക്കുന്നുണ്ട്. ഇതോടെ ബിജു പ്രഭാകറിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. 6 ചുമതലകളാണ് ഇപ്പോൾ അദ്ദേഹം വഹിക്കുന്നത്. ഗതാഗത വകുപ്പിൽ തന്നെ സെക്രട്ടറി, KSRTCയുടെയും സ്വിഫ്റ്റിന്റെയും CMD, KTDFC ചെയർമാൻ എന്നീ സ്ഥാനങ്ങൾക്ക് പുറമെ ഗുരുവായൂർ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം ദേവസ്വം കമ്മീഷണറുമാണ്. KSRTC CMD സ്ഥാനം മാത്രമല്ല, ഗതാഗത സെക്രട്ടറി സ്ഥാനവും ഒഴിയുന്നതിന് മുൻമന്ത്രിയുടെ കാലത്ത് കഴിഞ്ഞ ജനുവരിയിൽ ആവശ്യപ്പെട്ടിരുന്നതാണെന്നതാണ് വസ്തുത. KSRTCയിൽ നിന്നും മാറിയാലും KTDFCയിൽ ബിജു പ്രഭാകർ തുടരുമോ എന്നതും ചോദ്യമായി ഉയരുന്നുണ്ട്. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറുമായി അഭിപ്രായ വ്യത്യാസമില്ലെന്നും കൂടുതൽ ചുമതലകൾ ആരോഗ്യത്തെ ബാധിക്കുന്നതിനാലാണ് KSRTC MD സ്ഥാനവും ഗതാഗത സെക്രട്ടറി സ്ഥാനവും ഒഴിയാൻ താൽപര്യമുണ്ടെന്ന് സർക്കാരിനെ അറിയിച്ചതെന്നും ബിജു പ്രഭാകർ പരസ്യമായി പറയുകയുണ്ടായി. KSRTCയിൽ മുൻപ് റെക്കോർഡ് കളക്ഷൻ വന്നത് 2019-ലായിരുന്നു, 213 കോടി. ഇപ്പോൾ അത് മാസം 245 കോടിയിലെത്തി. ദിവസ വരുമാന റെക്കോർഡ് 8.5 കോടിയായിരുന്നത് 9 കോടിയെത്തി. അതായത് KSRTCയെ മെച്ചപ്പെട്ട അവസ്ഥയിലെത്തിച്ച ശേഷമാണ് പടിയിറങ്ങുന്നതെന്ന് കൂടി പറയാതെ പറയുകയാണ് ബിജു പ്രഭാകർ. മികച്ചൊരു ടീം ഉദ്യോഗസ്ഥർ KSRTCയുടെ തലപ്പത്തുണ്ട്. അതുകൊണ്ടാണ് സ്ഥാനമൊഴിയാൻ തീരുമാനിച്ചത്. പുതിയ മന്ത്രി KB ഗണേഷ് കുമാർ ചുമതല ഏറ്റെടുത്ത് അദ്ദേഹവുമായി ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ സ്ഥാനമൊഴിയുന്ന കാര്യം പറഞ്ഞിരുന്നു. മന്ത്രി എതിർത്തു. വീണ്ടും അദ്ദേഹത്തോട് ഇക്കാര്യം നേരിട്ട് പറഞ്ഞപ്പോഴും സ്ഥാനമൊഴിയരുത്, തുടരണമെന്നാണ് മന്ത്രി നിർദ്ദേശിച്ചതെന്നും ബിജു പ്രഭാകർ വിശദീകരിക്കുന്നുണ്ട്. ചീഫ് സെക്രട്ടറിയെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് കത്ത് നൽകിയതെന്നും സർക്കാരിന്റെ തീരുമാനത്തിന് കാത്തിരിക്കുകയാണെന്നും ബിജു പ്രഭാകർ പറഞ്ഞു. വ്യക്തിപരമായ ആവശ്യങ്ങൾ ഉള്ളതിനാൽ 10 ദിവസം അവധിയും മന്ത്രിയുടെ അനുമതിയോടെ എടുത്തുവെന്നാണ് ബിജു പ്രഭാകർ പറയുന്നത്. 2022-23 KSRTCയുടെ വരുമാനം 2410 കോടി രൂപയാണ്. 2021-22 ലഭിച്ച 1217 കോടിയിൽ നിന്നാണ് ഇരട്ടിയോളമുള്ള കുതിപ്പ്. ലാഭത്തിലുള്ള മറ്റ് കോർപ്പറേഷനിൽ ഒന്നിൽ പോലും ഇത്രയും വരുമാന വളർച്ചയില്ലെന്നതും ബിജു പ്രഭാകറിന് അഭിമാനിക്കാം. ഇലക്ട്രിക് ബസ് ലാഭകരമല്ലെന്നും ഇനി വാങ്ങില്ലെന്നുമുള്ള KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവന വിവാദമായിരുന്നു. KSRTCയിലെ നയപരമായ തീരുമാനങ്ങളിൽ ഉൾപ്പെടെ ഗണേഷ് കുമാർ ഏകപക്ഷീയമായി ഇടപെടൽ നടത്തുന്നുവെന്ന ആരോപണവും ഇതിനു പിന്നാലെ ഉയർന്നതാണ്. ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേറ്റതിന് പിന്നാലെ തന്നെ ബിജു പ്രഭാകർ സ്ഥാനമൊഴിയുമെന്ന അഭ്യൂഹവും ശക്തമായിരുന്നു. ഇതിനിടെയാണ് സ്ഥാനമൊഴിയാൻ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയത്. ഇലക്ട്രിക് ബസ് സർവീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് മന്ത്രിക്ക് ലഭിക്കുന്നതിന് മുമ്പേ മാധ്യമങ്ങൾക്കുൾപ്പെടെ ലഭിച്ചുവെന്ന പരാതിയും ഉയർന്നു വന്നിരുന്നു. ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ മന്ത്രി ഗണേഷ് കുമാർ ഉദ്യോഗസ്ഥരെ ശകാരിച്ചിരുന്നു. വാർഷിക കണക്ക് ചോർന്നതിൽ ഗതാഗത മന്ത്രി വിശദീകരണവും തേടിയിരുന്നു. വാങ്ങിയ വിലയും കിട്ടുന്ന കളക്ഷനും തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ പക്ഷം. ഈ നിലയിൽ തുടരേണ്ടതില്ലെന്ന അഭിപ്രായം കൂടി പങ്കുവച്ചതോടെ എതിർപ്പും ശക്തമായി. ഈ പശ്ചാത്തലത്തിലാണ് കൃത്യമായ കണക്കുകൾ നൽകാൻ KSRTC CMDക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത്. ഇതും സ്ഥാനമൊഴിയലിന് കാരണമായി വിലയിരുത്തുന്നുണ്ട്.
KSRTC മാനേജ്മെന്റ് കൈകൊണ്ട് പല നടപടികളും കടുത്ത വിയോജിപ്പുമായി മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്തെത്തിയതോടെയാണ് മാനേജ്മെന്റും മന്ത്രിയും തമ്മിലുള്ള ശീതസമരം മറനീക്കി പുറത്തു വന്നത്. മന്ത്രിയുമായി അഭിപ്രായ ഭിന്നത തുടരുന്നതിനിടെ KSRTC MD സ്ഥാനത്തു നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി ബിജു പ്രഭാകർ രംഗത്തെത്തിയിരിക്കുകയാണ്. KSRTC മാനേജ്മെന്റിന്റെ പല തീരുമാനങ്ങൾക്കെതിരെയും KB ഗണേഷ് കുമാർ പരസ്യ വിയോജിപ്പ് പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിരുന്നു. മന്ത്രിയുടെ ഈ തുറന്നു പറച്ചിൽ മാനേജ്മെന്റിന്റെ പിടിപ്പുകേടായാണ് വ്യാഖ്യാനിക്കപ്പെട്ടതും. ഈ സാഹചര്യത്തിൽ ഇനി തുടർന്നു പോകാൻ കഴിയില്ലെന്ന നിലപാടാണ് ഇപ്പോൾ ബിജു പ്രഭാകർ കൈക്കൊണ്ടിരിക്കുന്നത്. ഗണേഷ് കുമാർ മന്ത്രിയായി ചുമതലയേറ്റെടുത്ത ഉടൻ നഷ്ടത്തിലോടുന്ന KSRTC ബസ് സർവീസുകൾ നിർത്തുമെന്ന് പറഞ്ഞിരുന്നു. ജനപ്രതിനിധികൾ പരിഭവിക്കരുതെന്ന് പറഞ്ഞ മന്ത്രി മറ്റ് യാത്രാ സംവിധാനങ്ങൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സർവീസ് നിലനിർത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. KSRTCയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വരുമാനം കൂട്ടുക മാത്രമല്ല ചെലവ് കുറയ്ക്കൽ ഉണ്ടാകണമെന്നും സ്വകാര്യ കമ്പനികളുടെ CSR ഫണ്ട് സ്വീകരിക്കാനുള്ള ശ്രമം നടത്തുമെന്നും KSRTC സ്റ്റാൻഡുകളിൽ ടോയ്ലറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും KSRTC കൂടുതൽ ജനകീയമാക്കുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കർശനമാക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ വയ്ക്കും. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനമോടിച്ചാൽ കർശന നടപടിയെടുക്കും തുടങ്ങി നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയ മന്ത്രി ഇലക്ട്രിക് ബസ് വിവാദത്തിനു ശേഷം ഒരു കാര്യത്തിലും പ്രതികരിക്കില്ലെന്ന് പറഞ്ഞതിന് പിന്നാലെയാണ് പുതിയ വിവാദത്തിലേക്കും എത്തിയിരിക്കുന്നത്.